സെപ്റ്റംബർ 20 ഇവിടെ ചിത്രാമ്മയുടെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഗാനമേള കേൾക്കാൻ പോയതും കാണാൻ പോയതും വിശേഷങ്ങളും പിന്നെ അന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും കൂടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ്. ഞങ്ങൾ താമസിക്കുന്നത് മനാമ, ബഹറിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു സെൻറ്ററായിട്ടുള്ളൊരു സ്ഥലമാണ് മനാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നതെങ്കിലും പുറത്തോട്ടിറങ്ങിയാൽ കുറച്ച് പച്ചപ്പും കരുതാപ്പയൊക്കെ കിട്ടും കേട്ടോ. ഗാർഡനിലൊക്കെ നല്ല നമ്മുടെ നാട് പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഇതിനടുത്ത് കുറേ ബിൽഡിങ്ങൊക്കെയാണ്. പക്ഷേ ഇവിടെ താമസിക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അടുത്ത് സെൻട്രൽ മാർക്കറ്റുണ്ട്, കുറേ ഹോസ്പിറ്റലുകളുണ്ട്, പിന്നെ അതുപോലെ സൂപ്പർ മാർക്കറ്റുകളും എല്ലാ സൗകര്യങ്ങളും അടുത്തടുത്ത് നമുക്ക് നടന്നു പോകാനുള്ളൊരു ദൂരത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. പിന്നെ സുരേഷന് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഓഫീസിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തൊട്ടേ മനാമയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് നാൾ നമ്മൾ റഫേലും ജിദാഫിലും ഒക്കെ പോയി താമസിച്ചിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഇപ്പം മനാമയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഇവിടെ ഞാൻ ഇടിയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. ഈ ഇടിയപ്പത്തിൻ്റെ പൊടി നാട്ടിൽ നിന്ന് വന്നതാണ്. എൻ്റെ ഒരു കൂട്ടുകാരി വന്നപ്പോഴത്തേക്കും കൊണ്ട് തന്നതാണ്. നാട്ടിൽ പൊടിച്ച് വറുത്തെടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് നമ്മളിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ മുട്ടക്കറി ഞാൻ തേങ്ങയും പെരിഞ്ചീരകവും കൂടി അരച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റി അരപ്പ് അതിനകത്തേക്ക് ചേർത്തിട്ട് പുഴുങ്ങിയ മുട്ടയിട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയൊരു മുട്ടക്കറിയായിരുന്നു. പിന്നെ നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ബീഫായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ബോണും കൂടി ചേർന്ന് വാങ്ങിക്കത്തില്ല. ഈ ബോൺ ഇതിനകത്തെ മജ്ജ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ആമിക്ക് അത് ഇഷ്ടമാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ 3 പീസായിട്ട് ഒരുമിച്ച് വാങ്ങിച്ചത്. ഇതിങ്ങനെ ഒരു പാക്കറ്റായിട്ട് ഇരിക്കുമായിരുന്നു, അങ്ങനെ വാങ്ങിച്ചാണേ. അപ്പോൾ ഞാൻ ആ സൈഡിലത്തെ ബീഫിൻ്റെ മാത്രം പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബോണിൻ്റെ പോർഷൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ചേർത്ത് നന്നായിട്ട് തിരുമിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു മുഴുവൻ വെളുത്തുള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ബീഫ് വാങ്ങിക്കുമ്പം നിങ്ങൾക്കറിയാമല്ലോ, ബീഫ് വെക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ മുഴുവൻ വെളുത്തുള്ളി വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ആ 3 പീസ് ബോണും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞിട്ട് ആ 3 പീസുണ്ടല്ലോ ബോണിൻ്റെ, അത് മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം നമ്മൾ കറി ആക്കുമ്പോഴത്തേക്കും ഇതുകൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലെ മജ്ജയെല്ലാം കറിയിലേക്ക് മിക്സായി പോകും. അപ്പോൾ മസാല ചേർത്ത സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. നമ്മുടെ എണ്ണയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം വഴറ്റി തക്കാളി ചേർത്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ച് അതിലേക്ക് ഞാൻ 2 കിഴങ്ങ് കൂടി കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീഫും മിക്സ് ചെയ്ത ബീഫുണ്ടല്ലോ, വെന്തിരിക്കുന്ന ബീഫ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല കുറിയ ചാറോടുള്ള ബീഫ് കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ബോണുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആമിക്ക് ഈ നോൺ വെജൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ളത് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടുള്ളത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ചിന് കുറച്ച് ബീഫ് അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നോർമലി ഞാൻ ബസ്മതി റൈസിൻ്റെ എന്തെങ്കിലും ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പിന്നെ ജീര റൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയ ശേഷം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതിന് ഇരട്ടിയായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റൈസിനകത്ത് ഞാൻ കുറച്ച് റോസ് ദാൽ കൂടി ചേർത്തിട്ടാണ് ചോറും ഈ ഒരു പരിപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഇത് നമ്മുടെ ഹിന്ദിക്കാരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഉടച്ചെടുത്ത് ഇങ്ങനെ ഒരു പായസ പരുവായിട്ട് അവർ കഴിക്കുക. അതിൻ്റെ പേര് കിച്ചടി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് അത്ര അങ്ങ് കുറുകിയത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മീഡിയം നമ്മുടെ നോർമൽ വേവിലാണ് എടുക്കുന്നത്. റൈസ് എടുക്കുന്ന പോലെ, ജീര റൈസ് എടുക്കുന്ന പോലെ തന്നെ. പക്ഷേ ഈ റോസ് ദാൽ ആയതുകൊണ്ട് ഇതിന് രണ്ടിൻ്റെയും വേവ് ഒന്നാണ്. ബസ്മതി റൈസ് വേവുന്ന കൂട്ടത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ തന്നെ നമ്മുടെ അരിയും കൂട്ടത്തിൽ ആ റോസ് ദാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് കിട്ടുമ്പോഴത്തേക്ക് ആ കളർ മാറിയാൽ മഞ്ഞ കളറാകുമല്ലോ. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആമിയൊക്കെ കഴിക്കാനായിട്ട് പരിപ്പൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെല്ലുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി ഡിഷും കൂടി ആവും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് ഈ ഒരു റൈസും പിന്നെ നമ്മുടെ ബീഫ് കറിയും കുറച്ച് തൈരും. ബസ്മതി റൈസ് കഴിക്കുമ്പോൾ എപ്പോഴും ആമിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ നോർമലി ചോറിൻ്റെ കൂടെ തൈര് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വൈകിട്ട് പോകാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഓണാഘോഷത്തിൻ്റെ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് എപ്പോഴും എല്ലാ വർഷവും ചിത്രാമേള ഗാനമേള വെക്കുന്നത്. അപ്പോൾ ഞാനാണ് സാരിയൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ അച്ഛനും മോളും എൻ്റെ അടുത്ത് പറഞ്ഞ് ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ട് സാരി ഒന്നും ഉടുക്കാൻ നിൽക്കേണ്ടെന്ന് കരുതി. പിന്നെ ഞാൻ ഫൈനലി തീരുമാനമൊക്കെ മാറ്റി ചുരിദാറൊക്കെ എടുത്തിട്ടുകൊണ്ട് പോരുന്നു. നമ്മൾ നേരത്തെ ചെല്ലണമെന്ന് വിചാരിച്ചിരുന്ന കാരണം സീറ്റ് കിട്ടുക എന്നുള്ള യാതൊരു ചാൻസും ഇല്ലായിരുന്നു.
അത്രയും നമ്മൾ നേരത്തെ പോയിട്ട് പോലും ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും പുറത്ത് പോലും കസേര കംപ്ലീറ്റ് ഫില്ലായിരുന്നു. പക്ഷേ എനിക്ക് ലക്കിന് അകത്ത് കയറാനും പറ്റി. ഞാൻ അകത്ത് കയറിയ സൈഡിൽ നിന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സീറ്റ് കിട്ടി കേട്ടോ. എൻ്റെ ഫ്രണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്തോ ഭാഗ്യത്തിന്. അതുകൊണ്ട് നല്ല സുഖമായിട്ടിരുന്ന് ഗാനമേള കാണാൻ വേണ്ടി. ഇതിലും നേരത്തെ എങ്ങനെ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ നേരത്തെ വന്ന് സീറ്റെല്ലാം പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് ഇതുപോലെ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിള്ളേർക്കൊക്കെ കളിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചെന്ന ഉടനെ എനിക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, മൈസൂർ പാക്ക്, അത് കിട്ടിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കഴിച്ചില്ല, കാരണം അവരിവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റിന്, നെയ്യുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടിപ്പുറത്തെ ഹാളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പൂവൊക്കെ അരിഞ്ഞില്ലേ, അതിൻ്റെ അത്തക്കളമായിരുന്നേ. കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അവിടെ വേറൊരു ഹാളിൽ ഇങ്ങനെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടുള്ള കളങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ കിട്ടിയ കളം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വന്നിട്ട് ഫസ്റ്റ് കിട്ടിയ അത്തക്കളം. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് 2ാം സ്ഥാനം കിട്ടിയത്. ഏത് ടീമാണെന്നുള്ളത് അവരതിൽ കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് 2ാം സ്ഥാനം. അതിന് തൊട്ടിപ്പുറത്തായിട്ടാണ് 3ാം സ്ഥാനം കിട്ടിയ ഇതാണ് 3ാം സ്ഥാനം കിട്ടിയ അത്തക്കളം. ഭയങ്കര രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. കുറച്ച് സമയം അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അകത്തേക്ക് പോയത്. 9 മണിക്കത്തെ പ്രോഗ്രാമിന് 6 മണി തൊട്ടേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. 6 മണിയല്ല, എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ വന്നിട്ടുണ്ടാവും. കാരണം അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഫുള്ളാവത്തില്ല. സമാജം കംപ്ലീറ്റ് ഫുള്ള് പുറത്ത് നമ്മുടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് അവിടെയുള്ള കസേരകളും എല്ലാം ഫുള്ള് റോഡിലേക്ക് വരെ ഫുള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സീറ്റ് കിട്ടി. എന്നിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഒരുമിച്ചിരുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. മധുബാലകൃഷ്ണനും നിശാന്തും ചിത്രാമ്മയാണ് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത് കേട്ടോ. നമുക്കെല്ലാം എനിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പാട്ടുകളായിരുന്നു. കാരണം നമ്മുടെ ഈ 80s ഉള്ള മെലഡീസൊക്കെ ഉണ്ടല്ലോ, രവീന്ദ്ര മാസ്റ്ററുടെയും ജോൺസൺ മാസ്റ്ററും സ്പെഷ്യലായിരുന്നു. പ്രോഗ്രാം കാണാൻ കുറച്ച് തമിഴരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചിന്ന ചിന്ന ആശ അങ്ങനെയുള്ള പാട്ടുകളും ഇടയ്ക്ക് പാടിക്കൊടുത്തായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ പാട്ടുകൾ കേൾക്കാനായിട്ട് പറ്റി. ലാസ്റ്റൊക്കെ ആയപ്പോൾ ആമി എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരുന്ന്. കാരണം അവളും ഫ്രണ്ട്സും കൂടെ എപ്പോഴും സമാജത്തിൽ പോയി അവർ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചു. അവരങ്ങനെ സമാജത്തിന് വലം വയ്ക്കലാണ് സ്ഥിരം പരിപാടി. ഞങ്ങൾ ഇങ്ങനെ അകത്ത് കയറിയിരുന്ന് പ്രോഗ്രാമൊക്കെ കണ്ടു. സുരേഷിട്ടൻ പുറത്തായിരുന്നു ഇരുന്നത്. ലാസ്റ്റൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു അകത്ത് കയറിയത്. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഒരു ദിവസത്തെ പ്രോഗ്രാം ഓണാഘോഷത്തിൻ്റെത് ചിത്രാമ്മയുടേതാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് രാത്രി 1 മണിയായിരുന്നു. ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടുത്തെ ഓണാഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ആലപ്പി അസോസിയേഷൻ്റെയും അങ്കമാലി അസോസിയേഷൻ്റെയും കൊല്ലംകാരുടെയൊക്കെ ഓണാഘോഷങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.